ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായിട്ട് ആലോചനയ്ക്കായിട്ട് ഒരിക്കൽ കൂടി നമുക്ക് സഭയായി ദൈവം തന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രണ്ടാഴ്ച നമ്മുടെ നാട്ടിൽ വളരെ ചർച്ചാ വിഷയമായിരുന്ന ഒരു വ്യക്തിയുണ്ട്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിൻ്റെ ഉടമയായിരുന്ന CJ റോയ്. ചിരിയങ്കണ്ടത്തിൽ ജോസഫ് റോയ്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വാക്കുകളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയുടെ വാക്കുകളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് പല പാഠങ്ങളും ലോകത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവനയിലേക്ക്, അദ്ദേഹം കൂടെ പറയുമായിരുന്ന ഒരു പ്രസ്താവനയിലേക്കാണ് എൻ്റെ ശ്രദ്ധ പതിഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്: ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. ജീവിതം ഒരു ആഘോഷമാണ്. നിങ്ങളാരെങ്കിലും പത്രത്തിലോ TV-യിലോ ഒക്കെ അത് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിതം ഒരു ആഘോഷമാണ്. അപ്പോൾ ആ ഒരു പ്രത്യേക പ്രസ്താവന എൻ്റെ ഹൃദയത്തിൽ പല ചോദ്യങ്ങളും ഉയർത്തി. ഈ ലോകത്തിലെ ആളുകൾക്ക് അവരുടെ ജീവിതത്തെ ഒരു ആഘോഷമാണ് എന്ന് അവരെ ചിന്തിക്കുകയും പല നിലകളിലുള്ള ജീവിതത്തിൻ്റെ ആസ്വാദനം അവർ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ, ദൈവമക്കളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം ഒരു ആഘോഷമാണോ? ആഘോഷമാണെങ്കിൽ അത് ഏത് തരത്തിലാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇനിയല്ല, നമ്മുടെ ജീവിതം അങ്ങനെ ഒരു ആഘോഷവുമൊന്നുമല്ല എന്നാണോ? ഇതൊക്കെയാണ് എൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോയതായിട്ടുള്ള ചിന്തകൾ. അദ്ദേഹത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടരുന്നതായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടു. എന്നാൽ നമ്മൾ ജീവിതത്തിൻ്റെ ആഘോഷത്തെക്കുറിച്ച് പറയുന്ന നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ 500 പോലും തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പരിതാപകരമായ അവസ്ഥ. ശരി, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതം ഒരാഘോഷമാണോ? അദ്ദേഹം ആഘോഷമാണ് എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അതൊരു ട്രാജഡിയായി മാറി എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ജീവിതം, ദൈവമക്കളുടെ ജീവിതം ഒരാഘോഷമാണോ? അല്ലെങ്കിൽ നമ്മളുടെ ആഘോഷം ഏത് തലത്തിലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത് ജീവിതത്തെ വേണ്ട നിലയിൽ ആഘോഷിക്കുന്നതിന് നമ്മളെ പ്രാപ്തരാക്കുന്നതാണ്. എന്താണ് ജീവിതം? ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷമാണോ? എന്താ മറുപടി? പെട്ടെന്ന് ഉറക്കെ പറ. ആഘോഷമാണ്. രാജി സിസ്റ്റർ പറയുന്നത് ഒരു ആഘോഷമാണ്. അതിനോട് എല്ലാവരും യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. ശരി, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒരാഘോഷമാണ്. എന്നാൽ അത് ലോകത്തിലെ ആളുകൾ ആഘോഷിക്കുന്നത് പോലെയുള്ള ഒരാഘോഷമല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു ആഘോഷമാക്കണമെങ്കിൽ എങ്ങനെയാണ് നാം ആഘോഷിക്കേണ്ടത്
എങ്ങനെയാണ് പഴയ നിയമ വിശുദ്ധന്മാർ മുതൽ പുതിയ നിയമ അപ്പസ്തോലന്മാരും അതുപോലെ പുതിയ നിയമ വിശ്വാസികളും ഒക്കെ അവരുടെ ജീവിതത്തെ ആഘോഷിച്ചത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്. എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ ആഘോഷിച്ചത്? നമുക്ക് 1-ാം നൂറ്റാണ്ടിലെ സഭയിലേക്ക് വരുമ്പോൾ അവിടെ ആഘോഷമുണ്ടായിരുന്നോ? പറഞ്ഞാൽ തെറ്റിപ്പോകുമെന്നുള്ളൊരു പേടി. എന്തായാലും ഉണ്ടെന്നുള്ള സൂചന ഞാൻ ആദ്യമേ തന്നു, പക്ഷേ എന്നിട്ടും ധൈര്യം വരുന്നില്ല പറയാനല്ലേ. ശരി, നമുക്ക് 1-ാം നൂറ്റാണ്ടിലെ ആദ്യ സഭയായിരുന്ന യെരുശലേമിലെ സഭയിലും ആഘോഷമുണ്ടായിരുന്നു. അവർക്ക് എല്ലാ ദിവസവും ആഘോഷമായിരുന്നു. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിലാണ്, 46-47 വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നത്. അവരെ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അവിടെ എന്താണ്? ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും. അവിടെ ഉല്ലാസം ഉണ്ടായിരുന്നോ? എപ്പോഴാണ് ഈ ഉല്ലാസമൊക്കെ വരുന്നത്? അത് ആഘോഷത്തിൻ്റെ വേളയിലാണ്. ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ അവർ ഭവനങ്ങളിൽ കൂടി വന്നു. ദൈവവചനം പഠിക്കുന്നതിന് വേണ്ടി അവർ ആദ്യകാലങ്ങളിൽ ദേവാലയത്തിൽ കൂടി വന്നു. അതിനുശേഷം സഭ ചെറിയ ഭവനങ്ങളിലെ കൂടിവരവുകളായിട്ട് വന്ന് അവിടെ അവർ അപ്പം നുറുക്കുകയും അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അവർ എല്ലാവരുടെയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിച്ചു. എല്ലാവരുടെയും കൃപ അനുഭവിച്ചു. അതാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ സന്തോഷിച്ചു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അവർ ആഘോഷമാക്കി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനകത്ത് അവരുടെ ജീവിതത്തെ ആഘോഷമാക്കിയത് എന്തൊക്കെയാണ്? ഒന്ന്, അവരുടെ അപ്പം നുറുക്കൽ എന്ന് പറയുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള കാര്യത്തെ അവർ ഓർത്തു. അപ്പോൾ അവർ അത് സന്തോഷിച്ചു. അവർക്ക് അതൊരു ആഘോഷത്തിൻ്റെ വിഷയമായിരുന്നു. രണ്ടാമത്, ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിച്ചു. അവരെല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന്, മിക്കവാറും എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് രുചികരമായിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് എല്ലാവരും കൂടെ അത് പങ്കുവെച്ച് കഴിച്ചു. അതും അവർക്ക് ആഘോഷമായിരുന്നു. പിന്നെ എന്താണ്? അവർ ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നത് അവർക്കൊരാഘോഷമായിരുന്നു. എല്ലാ ജനത്തിൻ്റെയും കൃപ അവർ അനുഭവിച്ചു. സകല ജനത്തിൻ്റെയും കൃപ അനുഭവിച്ചു. അതായത് എല്ലാവരുടെയും അനുകൂലമായിട്ടുള്ള നമ്മളോടുള്ള മനോഭാവത്തെ അവർ, അല്ലേ, നമ്മളൊരു സഭയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും നമ്മെ സ്നേഹം കൊണ്ടങ്ങ് പൊതിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അനുഭവമല്ലേ? അല്ലേ? ആണോ? അതെ. എല്ലാവരും, നമ്മളൊരു ചർച്ചിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും കൃപ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹം ആണ്, യഥാർത്ഥ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ പല തലങ്ങളിലും നിലകളിലും വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരാഘോഷമാണ്. എല്ലാവരും നമ്മെ സ്നേഹിക്കുകയും എല്ലാവരും സകല മനുഷ്യരുടെയും കൃപ അനുഭവിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും അന്യോന്യം സ്നേഹിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ ആഘോഷം എങ്ങനെയൊക്കെയായിരുന്നു? അവർ അപ്പം നുറുക്കി കർത്താവ് ചെയ്ത പ്രവൃത്തിയെ, അത് അവരുടെ ജീവിതത്തിൽ ഉളവാക്കിയ വ്യത്യാസത്തെ അവരോർത്ത് ദൈവത്തെ സ്തുതിച്ചു. അവരൊരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആഘോഷിച്ചു. പിന്നെ എല്ലാവരുടെയും സ്നേഹം അവർ അന്യോന്യം പങ്കിട്ടു. അങ്ങനെ 1-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ സഭയിലെ വിശ്വാസികളുടെ ഭവനങ്ങളിലെ കൂടിവരവുകളൊക്കെയും ഭയങ്കര ഒരു ആഘോഷമായിരുന്നു. അവരൊരുമിച്ച് കൂടി ഭക്ഷണം കഴിച്ച് സന്തോഷിച്ചു. അത് സഭയിൽ അത് ആവശ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു കാര്യം ഒരു സീനിയറായിട്ടുള്ള സഹോദരനോട് പറഞ്ഞു. അദ്ദേഹം അതിനോട് എതിർപ്പ് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തെക്കാൾ സീനിയറായിട്ടുള്ള പല സഹോദരന്മാരോടും അത് ആലോചിച്ചതിന് ശേഷം എൻ്റെ അടുക്കൽ പറഞ്ഞു, അത് 1-ാം നൂറ്റാണ്ടിലെ ഒരു പ്രത്യേക ആചാരമായിരുന്നു, അതല്ലാതെ അത് ഒരു സഭാ യോഗത്തിൻ്റെ അവിഭാജ്യ ഘടകമല്ല എന്ന് പറയുകയും, എന്നാൽ നീണ്ട 2 വർഷത്തിന് ശേഷം ആ സഹോദരൻ അവസാനം എന്നോട് പറഞ്ഞു, സഹോദരൻ പറഞ്ഞത് ശരിയാണ്, അത് അവരുടെ സഭായോഗത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒരു ഭാഗം തന്നെയായിരുന്നു. എന്നാൽ ഞാൻ മറ്റു ചില സഹോദരന്മാരോട്, സീനിയറായിട്ടുള്ള സഹോദരന്മാരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവരത് വായിച്ചിട്ട്, അപ്പോസ്തല പ്രവൃത്തികളും അതുപോലെ കൊരിന്ത്യലേഖനമൊക്കെ വായിച്ചിട്ട് അവർ പറഞ്ഞു, ശരിയാണല്ലോ, അതങ്ങനെ ആയിരുന്നല്ലോ 1-ാം നൂറ്റാണ്ടിൽ
അപ്പോൾ ഞാനവിടെ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചത്, ചിലപ്പോൾ ചില ആളുകൾ ദൈവവചനത്തിലെ കാര്യങ്ങളെ കേൾക്കുമ്പോൾ അതിനോട് ഒരുപക്ഷെ പുതിയതായിട്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ടോ കേൾക്കുമ്പോൾ അതിനോട് എതിർപ്പ് കാണിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ മറ്റു ചിലരായിട്ടുള്ള ചില ആളുകൾ അത് കേൾക്കുമ്പോൾ അതിനെ ദൈവവചനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുമായിട്ട് ചേർത്ത് ഇത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ഒരു മനോഭാവമുണ്ട്. അപ്പോൾ രണ്ട് മനോഭാവങ്ങളും ഞാൻ ആ കാലഘട്ടത്തിൽ ചിന്തിച്ചു. എന്താണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവസ്ഥ എന്ന് പറയുന്നത്, മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, എനിക്കിനി ഒന്നും അറിയാനില്ല, എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ആ പരിജ്ഞാനത്തിൻ്റെ അടപ്പങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആര് പറയുന്നതും കേൾക്കാനായിട്ട് സാധിക്കുകയില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയുകയില്ല. പക്ഷേ നാം എപ്പോഴും ഒരു ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ദാഹത്തോടുകൂടി നാം ഇരിക്കുകയാണെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് ദൈവം കാണിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനും ഒക്കെ നമുക്ക് സാധിക്കും. നമ്മളൊരിക്കലും അടച്ചു വെച്ച ഒരു കുപ്പിയെപ്പോലെ ഒന്നും സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകളെപ്പോലെ ആവരുത്. മറിച്ച് നാം എന്തും സ്വീകരിക്കുവാൻ, ശരിയായിട്ടുള്ള കാര്യം എന്തുമല്ല ശരിയായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സോടു കൂടി ഇരിക്കണം. അല്ലെങ്കിൽ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനായിട്ട് കഴിയില്ല. അത് സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. പഴയ നിയമത്തിലും സങ്കീർത്തനക്കാരൻ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഇതവർ എപ്പോഴായിരുന്നു പാടിയത്? ഇതൊരു പാട്ടാണല്ലോ, സങ്കീർത്തനങ്ങളൊക്കെയും പാട്ടുകളാണ്. അവർ യെരുശലേമിലേക്ക് യാത്ര പോകുമ്പോൾ അവരെല്ലാവരും പെരുന്നാളുകൾക്ക് പോകുമ്പോൾ അവരെല്ലാവരും പാടിക്കൊണ്ട് പോയ ഒരു പാട്ടാണ്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അതിനെക്കുറിച്ച്, അതിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ താഴേക്കുള്ള ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹ്റോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് പോലെയുമാകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നിടത്താണ്. ഒത്തൊരുമയില്ലാതെ വസിച്ചാൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. ഒരുമയോടെ ദൈവമക്കൾ വസിക്കുമ്പോൾ അവിടെ യഹോവയുടെ അനുഗ്രഹവും ശാശ്വതമായ ജീവനും അവിടെ ഉണ്ട്. അപ്പോൾ അവരെ പഴയ നിയമത്തിലാണെങ്കിലും അവിടെ യഹൂദന്മാരായിട്ടുള്ള ആളുകൾക്ക് അവർ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭവും മനോഹരവുമാണ്. അത് അവർക്കൊരു വലിയ ആഘോഷവുമായിരുന്നു. നമുക്ക് പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമുക്ക് നമ്മളുടെ ജീവിതത്തെ, ഇത് സഭയോടുള്ള പശ്ചാത്തലത്തിലാണ് ഇവിടെ നമ്മൾ വായിച്ചത്, നമ്മളുടെ ജീവിതത്തെ ഒന്ന് ആഘോഷമാക്കണ്ടേ? ആഘോഷമാക്കണമെങ്കിൽ എന്തെല്ലാം വേണം? ഒത്തൊരുമിച്ച് വസിക്കണം, സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുവാൻ കഴിയണം, നല്ല ആഹാരം കഴിക്കണം, പിന്നെ എന്താ വേണ്ടേ? ദൈവത്തെ സ്തുതിക്കണം. എന്തോർത്തിട്ടാണ് സ്തുതിക്കുക? ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വീണ്ടെടുപ്പ് തന്നെയാണ്. നമ്മുടെ വീണ്ടെടുപ്പിനേക്കാൾ വലിയതായി, നമ്മുടെ പ്രത്യാശയേക്കാൾ വലിയതായി ഈ ലോകത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് യാതൊന്നുമില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ ശിശു മനസ്സിൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് ഇന്നലെ തന്ന നന്മകൾ, മിനിഞ്ഞാന്ന് തന്ന നന്മകൾ, ഭൗതിക നന്മകൾ, അല്ലെങ്കിൽ നാളെ തരാൻ പോകുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള അല്ലറ ചില്ലറ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സ്തുതിയും സ്തോത്രവുമാണ് നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നതെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതൊക്കെ ദൈവം തൻ്റെ മക്കൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ മറ്റാർക്കും തരാൻ കഴിയാത്തതും ദൈവത്തിന് മാത്രം തരാൻ കഴിയുന്നതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വീണ്ടെടുപ്പാണ്. വീണ്ടെടുപ്പായിരിക്കണം നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിനും മഹത്വപ്പെടുന്നതിനുമുള്ള ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ ജീവിതം ഒരാഘോഷമാക്കണം. എന്താണ് ആഘോഷമാക്കേണ്ടത്? ഈ ലോകത്തിൽ ജീവിതത്തെ ആഘോഷമാക്കുന്നതിന് വേണ്ടി നാം നേരത്തെ സംസാരിച്ച ആൾ മുതൽ മറ്റ് എല്ലാവരും, അനേകം ആളുകളും അവർ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്? വലിയ കൊട്ടാര സദൃശ്യമായ ഭവനങ്ങൾ, പിന്നെ വലിയ വില കൂടിയതായിട്ടുള്ള വാഹനങ്ങൾ, അതുപോലെ ആടയാഭരണങ്ങൾ,
എന്ന് തുടങ്ങി നമുക്കറിയാമല്ലോ, ഈ ലോകത്ത് മനുഷ്യർ വിലമതിക്കുന്നതായിട്ടുള്ള സ്ഥാനങ്ങളും ബഹുമാനങ്ങളും ആദരവുകളൊക്കെ, ലോകത്തിൻ്റെതായിട്ടുള്ള ആദരവുകളൊക്കെ, അതൊക്കെയാണ് ഒരു ജീവിതം ആഘോഷമാക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലെ ആളുകൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പിന്നാലെ പോകുന്നതെങ്കിൽ, നമുക്ക് ജീവിതത്തെ ആഘോഷമാക്കുന്നതിന് നമുക്ക് എന്താണ് വേണ്ടത്? ഹൃദയപരമാർത്ഥതയുള്ള, സകല ജനത്തിൻ്റെയും കൃപയനുഭവിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള, ദൈവത്തോട് നന്ദി പറയുന്നതായിട്ടുള്ള, ഒരുമിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം. അവിടെയാണ് നമുക്ക് ജീവിതത്തെ ഒരാഘോഷമാക്കുവാനായിട്ട് കഴിയുന്നത്. പിന്നെ നമ്മൾ സന്തോഷിക്കണം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ധാരാളം വേദഭാഗങ്ങൾ ബൈബിളിലുണ്ടല്ലോ. ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ ആശയിൽ സന്തോഷിപ്പിൻ എന്ന് പറയുന്നുണ്ട്. ആശയിൽ സന്തോഷിപ്പിൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരു ആഘോഷമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രത്യാശയെക്കുറിച്ച്, നമ്മുടെ ആശയെക്കുറിച്ച്, നിത്യമായിട്ടുള്ള പ്രത്യാശയെക്കുറിച്ച് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ബോധ്യം വേണം. നമ്മളങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചിന്തയുടെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് ആണ് നമ്മെ സന്തോഷവാന്മാരാക്കുകയോ അല്ലെങ്കിൽ ജീവിതത്തെ ആഘോഷമാക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ ജീവിതത്തെ ഒരു നിരാശയിലേക്ക് തള്ളിവിടുവാൻ കഴിയുന്നതോ ആയ കാര്യം. നമ്മളുടെ ചിന്തയുടെ കേന്ദ്ര വിഷയം എന്താണ്? നമ്മുടെ ചിന്തയുടെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പും നമ്മുടെ നിത്യതയും സഭയും ദൈവമക്കളും ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ആഘോഷിക്കുവാനായിട്ട് കഴിയും. അല്ല, നമുക്ക് ഈ ലോകത്തിലുള്ള എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മളുടെ ചിന്തയെങ്കിൽ, നമ്മളുടെ ചിന്ത പോകാൻ രണ്ട് വഴിയുണ്ട്. ഒന്നുകിൽ അത് നിത്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് പോകാം, അല്ലെങ്കിൽ താൽക്കാലികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് പോകുവാൻ കഴിയും. ഈ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ചിന്ത എന്താണെന്നറിയാമോ? അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ കയ്യിലൊരു മുള്ളു കൊണ്ടാൽ നമുക്ക് വേദനയാണ്, അല്ലേ? അപ്പോൾ നമ്മളെന്ത് പറയും? ആ വേദനയാണ്, ആ മുള്ളെടുത്ത് കളയണം, വേദനയാണെന്ന് പറഞ്ഞിരിക്കും. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ നെഞ്ചിൽ വേദന വന്നു എന്ന് വിചാരിക്കുക. പിന്നെ നമ്മുടെ ചിന്ത എന്തായിരിക്കും? അയ്യോ, എൻ്റെ കയ്യിൽ മുള്ളു കൊണ്ടു, ആ വേദനയായിരിക്കുമോ നമ്മുടെ വേദന? അല്ല, പിന്നെ നമ്മുടെ വേദന നെഞ്ചുവേദനയാണ്. ഇനി നെഞ്ചുവേദന പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വേദന ഏതാ? മുള്ളുകൊണ്ട വേദന, അല്ലേ? ശരിയല്ലേ? പ്രിയമുള്ളവരെ, നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഈ ലോകത്തിൽ എല്ലാവർക്കും, അത് ആരോഗ്യ പ്രശ്നങ്ങളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, അല്ല എങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഒന്ന് വന്നു, അതിനെക്കുറിച്ച്, അതായത് നമ്മെ അപ്പോൾ ഭാരപ്പെടുത്തുന്ന വിഷയം എന്താണോ അതാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അല്ല, ഇതൊക്കെ വിട്ടിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നിത്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശയും ചിന്തയുമാണോ നമ്മെ ഭരിക്കുന്നത്? ആശയിൽ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലനും ഇങ്ങനെ പറയുന്നത്, അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അതൊന്ന് ചിന്തിച്ച് നോക്കിയേ. ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അപ്പോൾ ഒരേ സമയത്ത് എന്തൊക്കെയുണ്ട്? ദുഃഖവുമുണ്ട്, ആഘോഷവുമുണ്ട്, അല്ലേ? അല്ലെങ്കിൽ ആനന്ദവുമുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് ദുഃഖം വരുന്നു, അതേസമയം തന്നെ നമ്മൾ ആനന്ദിക്കുന്നു. ദുഃഖം വരുന്നത് നമുക്ക് ഈ ലോകത്തിൽ ദുഃഖിക്കുവാനായിട്ടുള്ള, അല്ലെങ്കിൽ ആ ദുഃഖമെന്ന് പറയുന്നത് നമ്മളുടെ ആനന്ദത്തെ, ശാശ്വതമായ പ്രത്യാശയും ശാശ്വതമായ സന്തോഷത്തെയും നശിപ്പിക്കാത്തതായി താൽക്കാലികമായിട്ടുള്ള, ഇപ്പോൾ ശരീരത്തിൽ വേദനയുണ്ടെങ്കിൽ വേദന നമുക്ക് ആർക്കെങ്കിലും സന്തോഷകരമാണോ? മുള്ളു കൊണ്ടാൽ മുള്ളിൻ്റെ വേദന, അയ്യോ എനിക്ക് നല്ല വേദനയാണ്, ഭയങ്കര സന്തോഷമെന്ന് ആരെങ്കിലും പറയുമോ? ആരും പറയില്ല. വേദന എപ്പോഴും വേദന തന്നെയാണ്. പക്ഷേ ആ വേദനയെ മറികടക്കുന്നതായ, ഏത് വേദനയെയും മറികടക്കുന്നതായിട്ടുള്ള വലിയൊരു പ്രത്യാശയുടെ സന്തോഷം അപ്പോഴും നമ്മളുടെ ഹൃദയത്തിലുണ്ട്. നമ്മളുടെ ഹൃദയത്തിൽ ഏതാണോ ഏറ്റവും അധികമുള്ളത് അതാണ് നമ്മെ നിയന്ത്രിക്കുന്നത്, അല്ലേ? മുള്ളിൻ്റെ വേദനയാണോ നെഞ്ചുവേദനയാണോ നമ്മുടെ ഹൃദയത്തിൽ നമ്മെ ഏറെ സ്വാധീനിക്കുന്നത്? അതായിരിക്കും നമ്മെ, ഏതാണോ നമുക്ക് വലുതായിട്ട് തോന്നുന്നത് അതായിരിക്കും നമ്മെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ എല്ലാ കഷ്ടങ്ങളെക്കാൾ, വേദനകളെക്കാൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നിത്യമായിട്ടുള്ള സന്തോഷമാണ് നമ്മളുടെ ഉള്ളിൽ അധികമെങ്കിൽ
എന്താ സംഭവിക്കുക? നമുക്ക് ഈ ലോകത്തിൽ ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖത്തെ മറികടക്കുന്നതായൊരു സന്തോഷം നമുക്ക് എപ്പോഴും അനുഭവിക്കുവാനായിട്ട് കഴിയും. അതാണ് ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞത്. അതിനുശേഷം 9-ാമത്തെ വാക്യത്തിൽ 1:9, 1 പത്രോസ് 1:9, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അയ്യോ, ജീവിതം എന്തൊരാഘോഷമാണല്ലേ! പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. എന്തോർക്കുമ്പോഴാ? നമ്മുടെ നിത്യമായ പ്രത്യാശയെ ഓർക്കുമ്പോൾ. ആ സന്തോഷത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ. ക്രിസ്തീയ സന്തോഷത്തിൻ്റെ പ്രത്യേകതയാണ് അത് പറഞ്ഞാൽ തീരില്ല, അതിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാനും കഴിയില്ല. പെട്ടെന്ന് നമ്മുടെ ക്രിസ്തീയ സന്തോഷം, പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ സന്തോഷം പോകുന്നുവെങ്കിൽ, നമ്മളുടെ ജീവിതം മ്ലാനമാകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായിട്ടുള്ള സന്തോഷത്തിലേക്ക് നാം ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസ ജീവിതം, സഭാജീവിതം എന്നൊക്കെ പറയുന്നത് ഈ യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായിട്ടുള്ള സന്തോഷത്തിൻ്റെ ചില അതിർത്തികളിലൂടെ നാം സഞ്ചരിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി തീർന്നിട്ടില്ല എന്നാണ് നമുക്കതിനെക്കുറിച്ച് പറയുവാനായിട്ട് കഴിയുന്നത്. അതിനെക്കുറിച്ച്, നമ്മുടെ സന്തോഷത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് കർത്താവ് ഒരിക്കൽ പറഞ്ഞതായിട്ടുള്ളൊരു പ്രസ്താവന നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ വായിക്കാനായിട്ട് കഴിയും. അവിടെ കർത്താവ് ശിഷ്യന്മാരെ അങ്ങനെ ഭൂതങ്ങളെ പുറത്താക്കുന്നതിനൊക്കെ ആയിട്ട്, രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിനൊക്കെ ആയിട്ട് പറഞ്ഞു വിട്ടു. അവർ പോയി സുവിശേഷമൊക്കെ പറഞ്ഞു, മാനസാന്തരത്തിൻ്റെ സുവിശേഷം പറഞ്ഞു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെയൊക്കെ പറഞ്ഞു വിട്ട് തിരിച്ചു വന്നിട്ട് അവർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞപ്പം ഭൂതമൊക്കെ പോയി എന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ? അതുവരെ കർത്താവായിരുന്നു ഭൂതങ്ങളെ പുറത്താക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇവർ എന്ന് വെച്ചാൽ ഭൂതങ്ങളോട് പോകാൻ പറയുമ്പോൾ ഭൂതങ്ങൾ പോകുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായി. കർത്താവ് അവരോട് പറഞ്ഞെന്താ? എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. അപ്പോൾ അതായത് ആ ഒരു പ്രസ്താവനയെ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല എന്ന് പറയുന്ന പ്രസ്താവനയെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാം: ഈ ലോകത്തിലുള്ളതായ, കല്ലറയ്ക്ക് ഇപ്പുറമുള്ളതായ ഒരു കാര്യവും അല്ല നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത്. മറിച്ച് എന്താണ്? സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നമുക്കൊക്കെ റോസ്ലി സിസ്റ്ററെ, ഒരു ഭൂതമുള്ള ഒരാളെ കണ്ടു. റോസ്ലി സിസ്റ്റർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൂതത്തെ അങ്ങ് ശാസിച്ചു, ഭൂതം അങ്ങ് പോയി. സന്തോഷമാകുകയല്ലേ? ഇല്ലേ? സന്തോഷമാകും. നമ്മൾ ആരാണേലും സന്തോഷമാകും. നോർത്ത് ഇന്ത്യയിൽ ഈ ഭൂതങ്ങളെ പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെല്ലാം വെറും വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ് ബഹുഭൂരിപക്ഷം. എന്നാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നതായ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ അവിടെ ഞങ്ങളൊക്കെ നേരിട്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ കണ്ടിട്ടും ഏറ്റുമുട്ടിയിട്ടുമുള്ളതായിട്ടുള്ള ആളുകളാണ്. അതിവിടെ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. അതൊക്കെ പിന്നീട് സമയമുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും പറയാം. സങ്കീർത്തനകാരനും ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലേ? പക്ഷെ അതിനേക്കാൾ ഏറെ സന്തോഷം ഏതാ? ദൈവം നൽകുന്നതായിട്ടുള്ള സന്തോഷമാണ്. സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ജീവിതത്തെ ആഘോഷമാക്കാമെന്ന് ഈ ലോകത്തിൽ ഒത്തിരി ആളുകൾ ചിന്തിച്ചു. അങ്ങനെ ആഘോഷമാക്കിയവർക്കൊന്നും അതൊരാഘോഷമായി തീർന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെക്കുറിച്ച് ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. എന്താ പ്രിയമുള്ളവരെ? ദൈവത്തിലുള്ള സന്തോഷവും രക്ഷയിലുള്ളതായിട്ടുള്ള സന്തോഷവും
ഈ ലോകത്തിലെ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ആ കാലഘട്ടങ്ങളിൽ അന്നത്തെ മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ അത്തിയും അവരുടെ മുന്തിരിവള്ളിയും അവരുടെ ഒലിവ് മരങ്ങളും അവർ നിലത്തു നിന്ന് നിർവഹിക്കുന്നതായിട്ടുള്ള ആഹാരവും ആട്ടിൻകൂട്ടവും അതുപോലെ തന്നെ ഗോശാലകൾ കന്നുകാലികളും ഇതൊക്കെയായിരുന്നു അന്നത്തെ സമ്പത്തും അന്നത്തെ ആഡംബരവും എന്നൊക്കെ പറയുന്നത്. അവിടെ അങ്ങനെ പ്രവാചകൻ പറയുകയാണ്, ഇതെല്ലാം ഇല്ലാതെ പോയാലും ഞാൻ ദൈവത്തിൽ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. അപ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ഈസ് എ സെലിബ്രേഷൻ, ജീവിതം ഒരു ആഘോഷമാണ്. എന്നാൽ അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളുമായിട്ടല്ല, അത് സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ നാം നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചിന്തിക്കുന്നതെങ്കിൽ അയ്യോ കഷ്ടമെന്നല്ലാതെ നമുക്കൊന്നും പറയുവാനായിട്ടില്ല. പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാരോ പുതിയ നിയമ വിശ്വാസികളോ അതല്ലെങ്കിൽ പഴയ നിയമ പ്രവാചകന്മാരോ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ആരും അവർ ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അവരവരുടെ ജീവിതത്തെ ആഘോഷമാക്കിയിരിക്കുന്നത്. അബ്രാഹാമിനെക്കുറിച്ചും വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രാഹാമിനെക്കുറിച്ചും ആദ്യ പിതാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തെന്നാണ് വായിക്കുന്നത്? അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയവർ പിതാക്കന്മാർ. ഇബ്രാഹിം ലേഖനത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? വാഗ്ദത്ത ദേശത്ത് പരദേശികളെന്ന പോലെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായിട്ടുള്ള നഗരത്തിനായിട്ട് അവർ കാത്തിരുന്നു. അവരുടെ വാഗ്ദത്ത ദേശത്താണ് അവരല്ലേ, കനാൻ ദേശത്താണ് അവർ താമസിക്കുന്നത്. പക്ഷേ ഈ വാഗ്ദത്ത ദേശം പോലും അവർക്ക് അന്യദേശമാണ്. വാഗ്ദത്ത ദേശത്ത് പരദേശികളെന്ന പോലെ അവർ പരദേശികളാണ് അവിടെ. എന്നിട്ട് അവർ നോക്കിയിരുന്നത് എന്താണ്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിനായി അവർ കാത്തിരുന്നു എന്നാണ്. അപ്പോൾ ഭൗതികമായ ഒന്നും പഴയ നിയമങ്ങളിലോ പുതിയ നിയമത്തിലോ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള സന്തോഷത്തിന് മുഖാന്തരമായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് സന്തോഷത്തിൻ്റെ ഒരു തലമുണ്ട്. പക്ഷേ അതൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മുടെ സന്തോഷത്തെ കെടുത്തുവാനായിട്ട് ഈ ലോകത്തിലുള്ളതൊന്നും സാധിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. നമ്മെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും ഒക്കെ തള്ളിവിട്ട് നാം നിരാശയിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ. ദൈവം നമുക്ക് തന്നതായിട്ടുള്ള ഏതെങ്കിലും വാഗ്ദത്തത്തെക്കുറിച്ച് ദൈവം മാറ്റം വരുത്തുമോ? വാഗ്ദത്തം പാലിക്കാതിരിക്കുമോ? ഒന്നുമില്ല അല്ലേ. നമ്മുടെ സന്തോഷം അതാണ് എങ്കിൽ നമുക്ക് ജീവിതത്തിൽ നിരാശപ്പെടുവാനായിട്ടുള്ള ഒരു കാര്യവുമില്ല. ഹബക്കൂക്ക് പ്രവാചകൻ്റെ ഭാഷ നമുക്ക് ഇന്ന് നമ്മുടെ ഭാഷയിലെന്ന് പറഞ്ഞാൽ കൃഷി നശിച്ചാലും കൃഷി വിളവ് തന്നില്ലെങ്കിലും ജോലി കിട്ടിയാലും ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിലും ജോലി കിട്ടിയില്ലെങ്കിലും അല്ലേ, എനിക്ക് വാഹനങ്ങളില്ലെങ്കിലും എനിക്ക് വലിയ വീടുകളില്ലെങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, അവൻ്റെ രക്ഷയിൽ ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കും. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ കഴിയുക? അതായത് ഈ ലോകത്തിൽ എനിക്കൊന്നുമില്ലെങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും, ഘോഷിച്ചുല്ലസിക്കും. ജീവിതം ഒരാഘോഷമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുന്നത്, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത, പരിപൂർണമായ സന്തോഷം. അപ്പോൾ സന്തോഷത്തിൽ എന്തെങ്കിലും കുറവ് അവിടെയുണ്ടോ? നിൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. അപ്പോൾ നാം ദൈവസന്നിധിയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മളിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള കാര്യം എന്താ? സന്തോഷം എന്നല്ല, സന്തോഷത്തിൻ്റെ പരിപൂർണത എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു സന്തോഷം നമുക്ക് പിന്നെ വിശദീകരിക്കുവാനായിട്ട് വാക്കുകളില്ലെന്നുള്ളതാണ്. വലിയ സന്തോഷം എന്നുള്ളത് സന്തോഷത്തിൻ്റെ പരിപൂർണത അതെവിടെയാണുള്ളത്? യഹോവയുടെ വലതുഭാഗത്ത്, യഹോവയുടെ സന്നിധിയിൽ. അത് സങ്കീർത്തനക്കാരൻ പറഞ്ഞു. ഇന്ന് നമുക്കെന്താ പറയാനായിട്ട് കഴിയുക? ഈ ദൈവം എന്നിൽ വസിക്കുന്നു,
ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നല്ല, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എന്നല്ല, ഈ ദൈവം തന്നെ തൻ്റെ ആത്മാവിനാൽ എന്നിൽ വസിക്കുന്നു, എന്നിട്ട് എന്നെ ഒരു ആലയമാക്കി, ദൈവം വസിക്കുന്ന ഒരു ആലയമാക്കി തീർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ പറഞ്ഞതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. കർത്താവ് നമ്മിൽ വസിക്കുന്നു എന്നുള്ളത് നമ്മളുടെ സന്തോഷത്തിൻ്റെ പരിപൂർണതയ്ക്ക് നമുക്ക് ഒരു കാരണമാണ്. പിന്നെ പുതിയ നിയമകാലത്ത് ആളുകൾ സന്തോഷത്തിനെക്കുറിച്ച് നമുക്ക് പല വേദഭാഗങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. ഷണ്ഡൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്നെ വഴിക്ക് പോയി. ഫിലിപ്പോസും ഷണ്ഡനുമായിട്ടുള്ള അല്ലേ, അവന് സന്തോഷിച്ചു. എന്തുകൊണ്ടാണ് അവൻ സന്തോഷിച്ചുകൊണ്ട് തന്നെ വഴിക്ക് പോയി? ഫിലിപ്പോസിന് സ്നാനമേറ്റ് പുറത്തു വന്നു, തന്നെ സ്നാനപ്പെടുത്തിയ ആളെ കണ്ടില്ല. സാധാരണയിൽ എന്താ ഉണ്ടാവുക? എന്താ സംഭവിക്കുക? സന്തോഷമാണോ ദുഃഖമാണോ? അങ്കലാപ്പും വേദനയും കരച്ചിലും അല്ലേ? ഇനി ഒരുപക്ഷെ തിരിച്ച് യെരുശലേമിലേക്കൊന്ന് പോയി ഒന്ന് അന്വേഷിച്ചാലോ, എന്നെ രക്ഷയിലേക്ക് നടത്തിയ സഹോദരൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി അല്ലെ, അങ്ങനെയൊക്കെയല്ലേ സാധാരണ ഇരിക്കുക. ഷണ്ഡൻ സന്തോഷിച്ചും കൊണ്ട് അവൻ്റെ വഴിക്ക് പോയി എന്നുള്ളതാണ്. അവൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? അവൻ ദൈവത്തിൻ്റെ ഒരു പൈതലായി മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. അവര് ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഒരുപക്ഷെ മറ്റ് പല വിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമായിരുന്ന ആളുകൾ, ഇത് ജയിലറുടെ സംഭവമാണ്, അവിടെ അവർ വീടടക്കം സന്തോഷിച്ചു. അവർക്ക് പിന്നെ സന്തോഷം അവർക്ക് പെട്ടെന്ന് പോയി കാണുമോ? ഇല്ല. ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വീടടക്കം സന്തോഷിക്കുവാനായിട്ടും ആഘോഷിക്കുവാനുമായിട്ടുള്ള ഒരു കാര്യമായി എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. പിന്നെ വീണ്ടും 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള മറ്റൊരു സന്തോഷം. പുരുഷാരവും അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവനിങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിൽ ആക്കി അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പം ജയിലിൽ ഒരാഘോഷം നടക്കുക. ജയിലിൽ ഒരാഘോഷം നടക്കുക. അവർ പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താ അതിൻ്റെ പശ്ചാത്തലം? അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു. ചെറുപ്പത്തിലെ പിള്ളേരെ അടിക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള നിക്കർ ഉടുപ്പായിട്ടേക്കണമെങ്കിൽ അടി ഏക്കുകയില്ല അല്ലേ? ഏക്കോ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഉടുപ്പിച്ചിട്ട് മാറ്റിയിട്ട് അടി കൊടുക്കും. ഇവരെ അടിപ്പിച്ചത് എങ്ങനെയാ? വസ്ത്രമൊക്കെ അങ്ങ് മാറ്റി. അതായത് അടിച്ചാൽ അത് ശരിക്കും ദേഹത്ത് തന്നെ കൊള്ളണം, അതിനിടയിൽ ഒരു തടസ്സം പാടില്ല. അപ്പോൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു, കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടിപ്പിച്ച ശേഷം, ഒരടി കൊടുക്കാനല്ല അല്ലേ പറഞ്ഞേ? ഒരടി കൊടുക്കാനാണോ പറഞ്ഞേ? അല്ല, വളരെ അടിപ്പിച്ചു. എന്താണ് ഈ വളരെ അടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എത്ര അടിപ്പിച്ചിട്ടുണ്ടാവും? ബാബു സഹോദരന് ഒഴികെ ബാക്കി ആർക്ക് വേണമെങ്കിലും പറയാം. അവരെ എത്ര അടിപ്പിച്ചിട്ടുണ്ടാവും? വളരെ അടിപ്പിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. എത്ര അടിപ്പിച്ചിട്ടുണ്ടാവും? ഉറക്കെ പറ. 40? അല്ല, 39. ഒന്ന് കുറേ 40 അടി. കാരണം 40 അടിച്ചാൽ പിന്നെ അടിക്കാൻ പാടില്ലെന്ന പ്രമാണം. അതുകൊണ്ട് ഇങ്ങനെ ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ അവർ 40 തേക്കില്ല, 39 അടിച്ചിട്ട് അവർ നിർത്തും. എന്നാൽ പിന്നെയും അടിക്കാം. അതാണ് അതിൻ്റെ പ്രമാണം, പഴയ നിയമത്തിലുള്ളത് കേട്ടോ. ശരി, അപ്പോൾ
വളരെ അടുപ്പിച്ചു, 39 വരെ ആകാം. അതിനുശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാൽപ്പാൻ കൽപ്പിച്ചു. ഇങ്ങനെ കൽപ്പന കിട്ടുകയാൽ സൂക്ഷ്മത്തോടെ, അതായത് ഇവർ വിട്ടുപോകാൻ പാടില്ല, അതൊക്കെയാണ് നിബന്ധന. അവരൊരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്തു? അവരുടെ കാല് ആമത്തിലിട്ടങ്ങ് പൂട്ടി. അതായത് കാലും കൊണ്ട് പിന്നെ നടക്കാനും പറ്റുകയില്ല, രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ തടവറയിൽ പൗലോസും ശീലാസും ജീവിതത്തെ ആഘോഷമാക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തെ ആഘോഷമാക്കുവാൻ ഈ ലോക ജീവിതത്തിൻ്റെ വേദനകളോ പരിമിതികളോ കഷ്ടങ്ങളോ വേദനകളോ ഒന്നും തടസ്സമല്ല. കാരണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്, ക്രിസ്തീയ ജീവിതം ഒരാഘോഷമാക്കുന്നത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തോട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലുമല്ല. ഈ ലോകത്തിന് തരാൻ കഴിയാത്തതും ഈ ലോകത്തിന് നീക്കാൻ കഴിയാത്തതുമായിട്ടുള്ള സന്തോഷമാണ്, ആഘോഷമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഘോഷമെന്ന് പറയുന്നത്. ഈ ലോകത്തിന് തരാൻ കഴിയാത്തതും ഈ ലോകത്തിന് നീക്കാൻ കഴിയാത്തതും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നിന്നാണ് നാം സന്തോഷം ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ ലോകത്തിലെ കാര്യങ്ങൾ നമ്മുടെ സന്തോഷത്തെ നീക്കുന്നുണ്ടെങ്കിൽ നാം യഥാർത്ഥ ക്രിസ്തീയ ജീവിത വഴിയിലല്ല. ലോകത്തിന് തരാൻ കഴിയാത്തതും ലോകത്തിന് നീക്കാൻ കഴിയാത്തതുമായിട്ടുള്ള സന്തോഷമാണ് ക്രിസ്തീയ സന്തോഷം. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടും നമ്മളുടെ ജീവിതത്തെ ഏത് സാഹചര്യങ്ങളിലും ആഘോഷമാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പിന്നെയും അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചപ്പോൾ യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. അവരെ ഓടിച്ചു വിട്ടു. അപ്പോഴും അവർക്കെന്താണ്? കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് അവരോട് പറഞ്ഞിരുന്നു, അല്ലേ, നിങ്ങളൊരു പട്ടണത്തിലേക്ക് പോവുക, അവർ നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ ആ പൊടിയും തട്ടിയിട്ടിങ്ങ് പോരാൻ പറഞ്ഞു. ഇവർ ആ പൊടിയും തട്ടിയിട്ടിട്ട് അവരിങ്ങ് പോന്നു. അവരുടെ സന്തോഷത്തിന് കുറവുണ്ടായോ? അവരുടെ മിനിസ്ട്രിക്ക് ഭയങ്കര തടസ്സങ്ങളാണ്, അല്ലേ, പ്രവർത്തനങ്ങൾക്ക് ഭയങ്കര തടസ്സങ്ങളാണ്. പക്ഷേ അവരുടെ സന്തോഷത്തെ അതൊരിക്കലും ബാധിച്ചില്ല. അവർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പിന്നെ പൗലോസ് അപ്പോസ്തലൻ്റെ മറ്റൊരു സന്തോഷം നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കാനായിട്ട് കഴിയും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോട് കൂടെ സന്തോഷിപ്പിൻ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തെ ഒരാഘോഷമാക്കുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി രക്തം വരെ കൊടുക്കാൻ, അവർക്ക് വേണ്ടി രക്തമൊഴിക്കാൻ, അവർക്ക് വേണ്ടി മരിക്കാൻ, അവർക്ക് വേണ്ടി എന്തും സഹിക്കാൻ, അവർക്ക് വേണ്ടി ഏതും നഷ്ടപ്പെടുത്താൻ കഴിയുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരാഘോഷമാണ്. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇനി മരിക്കേണ്ടി വന്നാൽ ഞാൻ മരിക്കാം, അല്ലേ? അങ്ങനെയാണോ? നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറയാനായിട്ട് കഴിയുന്നത്? പൗലോസ് അപ്പോസ്തലൻ്റെ രക്തം ഒഴിച്ചാലും, അതായത് താൻ മരിച്ചാലും, മരിക്കേണ്ടി വന്നാലും, ദൈവജനത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും അതൊരു നഷ്ടമല്ല. അത് എന്തുകൊണ്ടാണ് നഷ്ടമല്ലാതാകുന്നത്?
അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് നിത്യതയിലാണ്. ദൈവജനത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുവാൻ പലപ്പോഴും ഞാനത് വായിക്കുമ്പോൾ ചിന്തിക്കാറുള്ളൊരു കാര്യം, രക്തമൊന്നും ഒഴിച്ചില്ലെങ്കിലും മരിച്ചില്ലെങ്കിലും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അല്പസ്വല്പം കഷ്ടങ്ങളും വേദനകളും ഒക്കെ സഹിക്കാൻ പോലും നമുക്ക് പലപ്പോഴും മനസ്സില്ലാത്തവരാണ്. നമ്മളെക്കുറിച്ചല്ല, പൊതുവിൽ വിശ്വാസികളെക്കുറിച്ച് അങ്ങനെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഈ ലോകത്തിൽ നമുക്ക് നഷ്ടവും കഷ്ടവും വേദനയും സഹിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ സഹവിശ്വാസികളാണ്, വിശ്വാസികളാണ്. അവർക്ക് വേണ്ടി നമ്മളെന്തെങ്കിലും സഹിച്ചാൽ അത് ദൈവം ഏറെ വിലമതിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. പിന്നെ ആത്മീയ ശുശ്രൂഷയിലായിരിക്കുന്ന ആളുകൾക്ക് മറ്റൊരു സന്തോഷത്തെക്കുറിച്ചും അവരുടെ ജീവിതം അവർക്ക് ആഘോഷമാക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ അപ്പോസ്തലൻ നമുക്ക് പിതാവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് അത്യന്തം സന്തോഷിച്ചു. അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ടു, അത്യന്തം സന്തോഷിച്ചു. എല്ലാവരും സത്യത്തിൽ നടക്കുന്നുവെങ്കിൽ എന്തായിരുന്നിരിക്കണം അവിടെ ഉണ്ടാകുമായിരുന്ന സന്തോഷമെന്ന് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിലും സഭകളിൽ എല്ലാവരും ഒന്നും സത്യത്തിൽ നടക്കുന്നവരായിരുന്നില്ല. തിമോത്തിയോസിൻ്റെ ലേഖനവും മറ്റ് ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, എല്ലാവരും ഒന്നും സത്യത്തിൽ നടക്കുന്നില്ല. പക്ഷേ ചിലർ, അവിടെ ചിലരെന്ന് പറയുമ്പോൾ ഒരു ഭൂരിപക്ഷമാണോ? അല്ല. ചിലരെന്ന് പറയുമ്പോൾ അത് ഭൂരിപക്ഷമല്ല. ചില ആളുകൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിച്ചു. 3-ാമത്തെ ലേഖനത്തിലും സഹോദരന്മാർ വന്നു, നീ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിൻ്റെ സത്യത്തിന് സാക്ഷ്യം പറയാൻ ഞാൻ അത്യന്തം സന്തോഷിച്ചു. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. പ്രിയമുള്ളവരെ, നമ്മെ നടത്തുന്നവരായിട്ടുള്ള ആളുകളുടെ സന്തോഷമെന്ന് പറയുന്നത് നാം സത്യത്തിൽ നടക്കുന്നതിലൂടെ കൂടിയാണ്. ദൈവവചനം പഠിപ്പിക്കുകയും ഒരു അപ്പൻ്റെയും അമ്മയുടെയും പങ്ക് ഉത്തരവാദിത്വത്തോടു കൂടി ഒരു സഭയിൽ ചെയ്ത് ദൈവജനത്തെ ശുശ്രൂഷിച്ചവരെ നടത്തുമ്പോൾ എത്ര ആയിട്ടും സത്യത്തിൽ നടക്കാനായിട്ട് വിശ്വാസികൾക്ക് കഴിയുന്നില്ല എങ്കിൽ അത് ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെ ഹൃദയങ്ങൾക്ക് വലിയ വേദനയാണ്. അവരെ ഞെരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ റോമാർക്ക് എഴുതിയ ലേഖനത്തിലും നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമയിലെ വിശ്വാസികളെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ജീവിതത്തെ സന്തോഷമാക്കേണ്ട, ആഘോഷമാക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. പിന്നെ കർത്താവ് പറഞ്ഞു, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു തിന്മ ഇല്ലാത്തത് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? നമ്മൾ നമ്മുടെ രോമങ്ങളൊക്കെ അങ്ങ് എഴുന്നേൽക്കും അല്ലേ? എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? നമ്മൾ പ്രതികരിക്കും, പിന്നെ പ്രശ്നമുണ്ടാക്കും, വഴക്കുണ്ടാക്കും,
പിന്നെ നമ്മുടെ ഹൃദയത്തിൽ എന്തെല്ലാം ഉണ്ടെന്നുള്ളത് നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരും. നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ എന്താണുള്ളത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ഇല്ലേ? മനസ്സിലാവുമോ? എല്ലാവർക്കും മനസ്സിലാവും. സന്തോഷിച്ചുല്ലസിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഇല്ലാത്തത് പറഞ്ഞാൽ. അപ്പോൾ ഇനി നമ്മളെന്ത് ചെയ്യും? എനിക്ക് എന്തൊരു സന്തോഷിക്കേണ്ടതിന് വേണ്ടി ആരെങ്കിലും എന്നെക്കുറിച്ച് ഇല്ലാത്തത് വല്ലതും പറയുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കും. അല്ലേ? അങ്ങനെ പറ്റുമോ? അത് പറ്റില്ല അല്ലേ? ആരെങ്കിലും എന്നെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്കൊന്ന് സന്തോഷിക്കാമായിരുന്നു. സമയം കഴിഞ്ഞല്ലോ. സന്തോഷിക്കാമായിരുന്നു നമ്മളാരും ചിന്തിക്കില്ല. അല്ല, അങ്ങനെ ആരും ഇല്ലാത്തത് പറയരുത്. അങ്ങനെ പറഞ്ഞാലും നമുക്ക് അത് നമ്മളുടെ സന്തോഷത്തെ കെടുത്തുന്ന കാര്യമല്ല, മറിച്ചത് സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്നും നാം എത്രയോ മാറിയാണ് നടക്കുന്നത് എന്നുള്ളത് ഇതെല്ലാം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ധാരാളം കാര്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തെ ഒരു ആഘോഷമാക്കുന്നതിന് വേണ്ടി ഇനിയും വാക്യങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്കറിയാമല്ലോ, കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ ആഘോഷിക്കുവാൻ അർഹരായിട്ടുള്ളവർ നമ്മൾ ദൈവമക്കൾ തന്നെയാണ്. ഇവിടെ നമ്മൾ കഷ്ടങ്ങളുണ്ടെങ്കിലും സന്തോഷിക്കും, വേദനയുണ്ടെങ്കിലും സന്തോഷിക്കും, ആരെങ്കിലും പഴിച്ചു പറഞ്ഞാലും സന്തോഷിക്കും, ആരെങ്കിലും അടിച്ചാലും സന്തോഷിക്കും, കെട്ടിയിട്ടാലും സന്തോഷിക്കും, വസ്ത്രം ഊരിയച്ചടിച്ചാലും നമ്മൾ സന്തോഷിക്കും. ഈ ലോകത്തിൽ എന്ത് വന്നാലും നമ്മൾ വീടില്ലേലും സന്തോഷിക്കും, കാറില്ലേലും സന്തോഷിക്കും, രോഗമാണെങ്കിലും സന്തോഷിക്കും. സന്തോഷിക്കാതിരിക്കാൻ നമുക്ക് ഈ ലോകത്തിൽ ഒരു കാര്യവുമില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതായിട്ടുള്ള കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ അവൻ്റെ ശക്തി എന്നിൽ തികഞ്ഞു വരേണ്ടതിന്, വെളിപ്പെടേണ്ടതിന് ഞാൻ കഷ്ടമനുഭവിക്കുവാൻ 2 കൊരിന്ത്യർ 11 കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എന്തുകൊണ്ടാണ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നത്? ദൈവത്തിൻ്റെ ശക്തി എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു അനുഭവമായി വരേണ്ടതിന് വേണ്ടി ഞാൻ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നമ്മളുടെ സന്തോഷത്തെ കിടന്നു ഒരു ക്രിസ്ത്യാനി എന്ന് പേരുള്ളതായിട്ടുള്ള ഒരാളല്ല, ഒരു ക്രിസ്ത്യാനിയുടെ സന്തോഷത്തെ നശിപ്പിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും, ഈ ലോകത്തിൽ ഒന്നിനും സാധ്യമല്ല. കാരണം അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിലുള്ള ഒന്നിലുമല്ല, ഈ ലോകത്തിലുള്ള ആരിലുമല്ല. അപ്പം നമുക്ക് ഒന്ന് മാറണ്ടേ സഹോദരന്മാരെ? വേണ്ടേ ചേച്ചിക്കുട്ടാ? ഈ ലോകത്തിലൊന്നും, ഈ ലോകത്തിലാരും, അച്ചുകുട്ടൻ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല കേട്ടോ പറഞ്ഞേ, ധൈര്യമായിട്ടും ചോദിക്കാവുന്നൊരു പയ്യനാണ്. വേറെ ആരോടെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ അവർ എന്നെ വെച്ചോണ്ട് വല്ലതും ചോദിച്ചാണോ എന്ന് ചിലപ്പോൾ പറഞ്ഞു കളയും, അല്ലെങ്കിൽ ചിന്തിച്ചെങ്കിലും കളയും. എന്നാൽ അച്ചുകുട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് 100% ഒരു ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെയൊന്നും പോയാൽ പോരാ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവവചനത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് നമ്മളുടെ കാഴ്ചപ്പാടുകൾ ഉയരേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിലുണ്ടല്ലോ, നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഗ്രാഫ് എങ്ങനെ പോകുന്നറിയാമോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ കിട്ടുമ്പോൾ നമ്മൾ ഇച്ചിരി സന്തോഷമാകും, പിറ്റേ ദിവസം അത് നഷ്ടപ്പെടുമ്പം താഴേക്ക് പോകും. പിന്നെ എന്തെങ്കിലും കിട്ടുമ്പോൾ സന്തോഷമാകും, പിന്നെ അത് നഷ്ടപ്പെടുമ്പോൾ താഴേക്ക് പോകും. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഗ്രാഫ് ശരിക്കും മുകളിലേക്കാണ് പോകേണ്ടത്. ഇച്ചിരിയൊക്കെ താഴ്ചകളും വേദനകളും ഒക്കെ വന്നാലും അത് എപ്പോഴും മുകളിലേക്ക് പോകണം. എവിടം വരെ പോകണം? ക്രിസ്തു എന്ന തലയോളം എത്തുന്നത് വരെ പോകണം. പക്ഷേ നമ്മൾ ഈ ലോകത്തിലെ ജീവിതത്തിലാണ്, സാധ്യതകളിലാണ് നമ്മളുടെ സന്തോഷം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമ്മളുടെ ഗ്രാഫ് ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ താന്ന് പിന്നെ അവസാനം വിശ്വാസം പോലും മറിഞ്ഞു പോകുന്നതായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വരും. നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.